അവിടുത്തെ മകളും മരുമകനും എത്യോപ്യയിലേക്ക് പോയി. അതൊരു ആദ്യത്തെ പ്രവാഹമായിരുന്നു, പലായനമായിരുന്നു. അതിനുശേഷവും പല യാത്രകളും ഉണ്ടായി. ഇന്നും ഒരുപാട് രാജ്യങ്ങൾ അതുപോലെ അഭയാർത്ഥികളെ സ്വീകരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആ സമയത്ത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് പിടിക്കുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് വേണ്ടി നിരന്തരമായി ദുആ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ അതാ മഹാനായ അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയാണ്, റമഖ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ അവ്വലിൽ ലൈലി ഇലാ അൻ ത്വലഅൽ ഫജ്ർ യദ്ഉ ലി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഒരു രാത്രി മുഴുവനും ഉസ്മാൻ എന്നവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഉസ്മാന റളീതു അൻഹു ഫർള അൻ. അല്ലാഹുവേ, ഉസ്മാനിനോട് എനിക്ക് തൃപ്തിയാണ്, നീയും തൃപ്തിപ്പെടണേ എന്ന് ഒരു രാവ് മുഴുവനും ദുആ ചെയ്യുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ്. ലോക ഗുരുവായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരന്തരമായി ദുആ ചെയ്തു എന്ന് മാത്രമല്ല, മിൻ അവ്വലിൽ ലൈലി ഇലാ അൻ ത്വലഅൽ ഫജ്ർ, പ്രഭാതമാകുന്നത് വരെ രാത്രി മുഴുവനും ഉസ്മാൻ എന്നവർക്ക് വേണ്ടി ദുആ ആണ്. കാരണം അത്രമേൽ വലിയ ഇടപെടലുകളാണ് പ്രയാസഘട്ടങ്ങളിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ നടത്തിയത്. അതിലെ ചില രംഗങ്ങൾ മാത്രമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ പ്രയാസഘട്ടങ്ങളിലൊക്കെ ചോദിക്കും, ഉസ്മാൻ റളിയല്ലാഹു അൻഹു എവിടെയെന്ന്. ഹിജറ കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും മദീനയിലെത്തി. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ബിശ്ർ ബിൻ ബശീർ അൽ അസ്ലമി എന്നവർ അവരുടെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുകയാണ്, ലമ്മാ ഖദിമൽ മുഹാജിറൂനൽ മദീന, മദീനയിലേക്ക് ആളുകൾ പലായനം ചെയ്ത് വന്നപ്പോൾ അവർക്ക് വെള്ളം കിട്ടാൻ കിണറുകളില്ല. കിണറുകൾ അപൂർവമാണ്, ജലസ്രോതസ്സുകൾ കിണറുകളാണ്. അവർക്ക് വെള്ളം ലഭിക്കാതെ വന്നപ്പോൾ ബനൂ ഗിഫാർ ഗോത്രത്തിലെ ഒരാളുടെ കയ്യിൽ കിണറുണ്ട്. അയാളുടെ അധീനതയിൽ ഒരു കിണറുണ്ട്. ആ കിണറിന്റെ പേര് റൂമ എന്നാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, ബിഅനിഹാ ബിഐനിൻ മിനൽ ജന്ന. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ ബിഅർ റൂമ വാങ്ങിക്കൊടുക്കുന്നവർക്കുള്ള ഓഫർ എന്താണ് നൽകിയത്? ബിഐനിൻ മിനൽ ജന്ന, സ്വർഗത്തിലെ ഒരരുവി തന്നെ നൽകാം, ഒരു ഉറവ തന്നെ നൽകാം. ആരാണ് ബിഅർ റൂമ വാങ്ങിയിട്ട് മുഹാജിറുകൾക്ക് അൻസ്വാറുകൾക്ക് നൽകുക? ഫഷ്തറാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ കിണർ വാങ്ങി കൊടുക്കുകയാണ്. ബി35,000 ദിർഹം, 35,000 ദിർഹമിന് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അന്ന് കിണർ വാങ്ങി സംഭാവന ചെയ്തു. അത് വാങ്ങിയിട്ട് വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ, അതജഅലു ലീ അല്ലദീ ജഅൽതഹു ലഹു ഐനൻ ഫിൽ ജന്ന, ആ കിണർ വാങ്ങി നൽകിയാൽ സ്വർഗത്തിലെ ഉറവ എനിക്ക് തരുമോ എന്ന്. അതേ, നൽകാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഖദിഷ്തറൈതുഹാ വജഅൽതുഹാ ലിൽ മുസ്ലിമീൻ. ആ കിണർ ഞാൻ വാങ്ങിയിട്ടുണ്ട് നബിയേ,
സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തെ താല്പര്യത്തിന് കിണർ വാങ്ങി ആ ജനതയ്ക്ക് മുഴുവനും നൽകി. ബിർ റൂമ. ഇങ്ങനെയാണ് സമ്പത്തുള്ളവർ വിനിയോഗിക്കേണ്ടത്. സംഭാവനയ്ക്ക് വരുമ്പോൾ ആരും പ്രയാസപ്പെടേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുഅ്ജിസത്ത് കൊണ്ട് വിരലുകൾക്കിടയിൽ നിന്ന് ഉറവയുണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമിനീരിന്റെ ബറക്കത്ത് കൊണ്ട് വരണ്ട കിണറുകളിൽ വെള്ളം പൊടിഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത് കൊണ്ട് വെള്ളമില്ലാത്ത കാലത്ത് വെള്ളമുണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത് കൊണ്ട് ഒരു കുപ്പി വെള്ളം കൊണ്ടുപോയി ഒഴിച്ച സ്ഥലത്ത് ഒരു ഉറവയുണ്ടായിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും സൗദി അറേബ്യയിലെ റഹാത്ത് എന്ന് പറയുന്ന പ്രദേശത്ത് ചെന്നാൽ, സൗദി അറേബ്യയിലെ റഹാത്ത് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. നിങ്ങൾ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ ഐനുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉറവ എന്ന് അവിടെ ഗവൺമെന്റ് ബോർഡ് വെച്ചിട്ടുണ്ട്. എന്താണത്? മക്കം ഫത്ഹ് വേളയിൽ ഒരാൾ വന്ന് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ വെള്ളം വേണമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കുപ്പിയിൽ വെള്ളം എടുത്തു കൊടുത്തു. അതുകൊണ്ട് പോയി അവിടെ ഒഴിക്കാൻ പറഞ്ഞു, റഹാത്തിൽ. അതിൽ നിന്നുണ്ടാകുന്ന ഉറവെ ആർക്കും തടയരുതെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ആ വെള്ളം കൊണ്ടുപോയി അവിടെ ഒഴിച്ചു. അവിടെ നല്ല ഒരു ഉറവ പൊട്ടി. തോട്ടത്തിലൂടെ ഇങ്ങനെ ചാലിട്ട് വെള്ളം ഒഴുകുകയാണ്. ഈ കഴിഞ്ഞ ദുൽഹിജ്ജ മാസത്തിൽ ഞങ്ങൾ അവിടെ പോയി. അവിടെ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അവിടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നല്ല ഒരു പാർക്കാക്കിയിട്ടുണ്ട്. അവിടെ ഈത്തപ്പനത്തോട്ടത്തിലൂടെ ആ അരുവി ഒലിക്കുന്നുണ്ട്. ഐനുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നും നിങ്ങൾക്ക് കാണാം. സൗദി അറേബ്യയിലെ റഹാത്ത് എന്ന പ്രദേശത്ത് ഇതുപോലെ മുഅ്ജിസത്തുകളുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് പറയുന്നത്, അല്ലയോ, നിങ്ങളാ കിണർ വാങ്ങിക്കൊടുത്തതിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു ഉറവ തരാം. സ്വഹാബത്തിനോട് ചോദിക്കുന്നത്, ആരാണ് ഈ കിണർ വാങ്ങിക്കൊടുക്കുക? 35,000 ദിർഹമിന് കിണർ വാങ്ങി സംഭാവന ചെയ്തു. നമ്മുടെയൊക്കെ വീടുകളിൽ പള്ളിയുടെ സ്ഥാപനങ്ങളുടെ ദർസിന്റെ ഒക്കെ സഹായം തേടിയിട്ട് ആളുകൾ വരും. ചിലര് പറയും എന്നും പിരിവാരാണ്. സാമൂഹിക നിർമ്മിതിക്ക് വേണ്ടി അങ്ങനെ പ്രവർത്തിക്കാൻ ആളുള്ളത് കൊണ്ടാണ് നമ്മുടെ നാടുകളിൽ ഇന്ന് വിദ്യാസമ്പന്നരായ ഒരു സമൂഹം ഉണ്ടായത്. നമ്മുടെ കേരളത്തിലെ മുസ്ലിം വിദ്യാഭ്യാസത്തിന്റെ ഗ്രാഫ് ഉയർന്നത് ഇവിടുത്തെ ഗവൺമെന്റൽ സംവിധാനങ്ങളെക്കാൾ, മഹല്ല് സംവിധാനങ്ങളെക്കാൾ സന്നദ്ധ സംഘങ്ങൾ നടത്തിയ സ്ഥാപന നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെയാണ്. കേരളീയ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തി ആഗോള നിലവാരത്തിലേക്ക് കൊണ്ടുവരാനായത്. അത് നമ്മൾ ഓരോരുത്തരും അറിയണം. നമ്മുടെ നാടുകളിൽ ഇനിയും നല്ല ഉയർന്ന കലാലയങ്ങൾ വരണം. ഉള്ള കലാലയങ്ങൾ വികസിപ്പിക്കപ്പെടണം. അതിന് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. മുഅ്ജിസത്തിന്റെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാന്മാരായ സ്വഹാബികളിൽ നിന്ന് സംഭാവനകൾ സമാഹരിച്ചു. അവര് നിർമ്മിക്കുകയാണ്, സ്വഹാബികൾ നിർമ്മിക്കുകയാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹായങ്ങൾ സ്വീകരിക്കുകയാണ്. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഏതു ഘട്ടത്തിലും മുന്നിലാണ്. സ്വഹാബികളുടെ കൂട്ടത്തിലെ സമ്പന്നനാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എപ്പോഴെല്ലാം സഹായം വേണോ അപ്പോഴെല്ലാം റെഡിയാണ്. അതല്ലേ തബൂക്ക് യുദ്ധത്തിന്റെ സമയം വളരെ പ്രതിസന്ധിയുള്ള സമയമാണ്, വളരെ പ്രയാസമുള്ള സമയമാണ്. ജയ്ഷുൽ ഉസ്റ,
പ്രയാസകരമായ സൈനിക നീക്കത്തിന്റെ സമയമാണ്. പോകാൻ സന്നദ്ധരായവർ കുറവാണ്. പോകേണ്ടവർക്ക് ദൂരം കൊണ്ട് തന്നെ പ്രയാസമാണ്. മതിയായ വാഹനങ്ങളില്ല. അബ്ദുറഹ്മാൻ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു പറയാണ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് 1000 സ്വർണ്ണ നാണയം കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തബൂക്കിലേക്ക് പോകാൻ വേണ്ടി വേണ്ടതെല്ലാം ഒരുക്കി തയ്യാറാക്കി കൊടുക്കുകയാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, ഇനി അങ്ങോട്ടുള്ള ഉസ്മാൻ എന്നവരുടെ ജീവിതത്തിൽ എന്തു വന്നാലും ഒരു കുഴപ്പവുമില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ടുള്ള കാലത്ത് എന്തെങ്കിലും ഒരു പിഴവ് വന്നാൽ പോലും ഉസ്മാൻ ഇബ്നു അഫ്ഫാനിന് അതുകൊണ്ട് നഷ്ടം വരാനില്ല. ഇന്നത്തെ ഈ സംഭാവന കൊണ്ട് തന്നെ ഉസ്മാൻ എന്നവർ രക്ഷപ്പെട്ടു പോയി. ഉസ്മാനങ്ങൾ തങ്ങൾക്ക് ഇന്നത്തെ നാളു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള ഏത് കാലത്ത് എന്ത് വന്നാലും ഒരു നഷ്ടവും വരാനില്ല. കാരണം ഇതുകൊണ്ട് സ്വർഗം വാങ്ങിയ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഈ ഒരു ദിവസം മതി രക്ഷപ്പെട്ടു പോയി. കാരണം ഇസ്ലാമിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു ഘട്ടത്തിൽ ആ സമ്പത്ത് പ്രയോജനപ്പെട്ടിരിക്കുന്നു. ഇനിയുള്ള കാലത്ത് വല്ല പിഴവ് വന്നാൽ പോലും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് പൊരുത്തപ്പെട്ടിരിക്കുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ പള്ളി പണിയുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ജീവിതം നമ്മൾ വായിക്കുന്നില്ല. ആദ്യമേ ഞാൻ ജാമ്യം എടുത്തിരിക്കുന്നു. 4 ഖലീഫമാരുടെയും ജീവിതം ഓരോരുത്തരുടേതും ഓരോ പരമ്പരക്കും മാത്രം വിശാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ചേരുന്ന സ്പാർക്കിംഗ് ഘട്ടങ്ങൾ മാത്രം തെരഞ്ഞുപിടിച്ച് വായിക്കുന്ന ഒരു പരമ്പരയാണിത്. നാളെ നമുക്ക് ഇൻഷാ അല്ലാഹ് അലിയുൽ മുർത്തദ തങ്ങളെ വായിക്കണം. ഇന്നിങ്ങനെ വൈകുന്നേരം നോക്കുമ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമ്മിൽ സ്നേഹം സ്പാർക്ക് ചെയ്യുന്ന രംഗം അതുപോലും ഒരു ദിവസം കൊണ്ട് തീരൂല. നാളെ അത് തുടരാൻ നമ്മൾ ഉദ്ദേശിക്കാത്തത് കൊണ്ട് അതിലേക്ക് വരണില്ല. എവിടൊക്കെ എത്തും നമുക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലം തങ്ങളുമായി അത്രമേൽ ചേർന്നു നിൽക്കുന്ന മഹാനാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. قال رسول الله صلى الله عليه وسلم من يزيد في مسجدنا. ഈ പള്ളി ഒന്ന് വികസിപ്പിക്കണം. ഏതു പള്ളിയാണ്? മദീനത്തെ പള്ളി ഒന്ന് വികസിപ്പിക്കണം. അതിനാരാണ് സഹായിക്കുക എന്ന് ചോദിച്ചു. ഈ പള്ളി ഒന്ന് വലുതാക്കാൻ ആരാണ് സഹായിക്കുക? പള്ളി കമ്മിറ്റിക്കാര് പള്ളി ഡെവലപ്പ് ചെയ്യാൻ വീട്ടിൽ വരുമ്പോൾ കമ്മിറ്റിക്കാർക്ക് വേറെ പണിയില്ല എന്നാരും പറയണ്ട. എല്ലാ അനുഗ്രഹങ്ങളും നിറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരും കാല നിർമ്മിതികളുടെ ഒരു അധ്യായം നമ്മളോട് പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആരാണ് ഈ പള്ളി ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുക? 5 തൂണിന്റെ പ്രദേശം കൂടി വേണം. അപ്പോൾ മഹാനരായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു, അതേ 25,000 ഞാൻ തരാം. അല്ലാഹുമ്മ നഅം. അതേ 25,000 ഞാൻ തരാം വരുന്ന പള്ളി ഒന്ന് വികസിപ്പിക്കാൻ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ 2 ഘട്ടങ്ങളിലെ മസ്ജിദുൻ നബവിയുടെ വികസനത്തിനു വേണ്ടി കൈ നിറയെ വാരിക്കോരി കൊടുത്തു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ
എന്നിട്ട് പറഞ്ഞു, ഈ പള്ളിയുടെ വികസനത്തിന് ഞാൻ സഹായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതേ, ഗഫറല്ലാഹു ലക്, അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു തരട്ടെ. അവിടുന്ന് പാപമുക്തി നൽകി ഉന്നതമായ പദവി നൽകട്ടെ എന്ന് മഹാനരായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തോഷം വേണം. അതിനു വേണ്ടിയാണല്ലോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഈ സംഭാവന നൽകണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷിപ്പിക്കണം. നമുക്ക് ബുറുദയിലെ വരി ഒന്നുകൂടി ചെല്ലാം. ثم الرضا عن نبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي للخلق كلهم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്നിഗ്ധ ഘട്ടങ്ങളിൽ മുഴുവനും അവിടുത്തെ സന്തത സഹചാരികളോട് സങ്കടവും സന്തോഷവും സന്താപവും നിലപാടുകളുമെല്ലാം പങ്കുവെക്കാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു വന്നു. പിന്നീട് മഹാന്മാരായ സ്വഹാബികളോടൊപ്പം മക്ക ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര ചെയ്ത് ഹുദൈബിയയിലെത്തി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇസ്തദ്ദൽ ബലാഉ അലാ മൻ കാന ഫീ ഐദിൽ മുശ്രികീന മിനൽ മുസ്ലിമീൻ. അഥവാ ഇസ്ലാം സ്വീകരിച്ചവർ മക്കയിൽ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ വിളിച്ചു, ഓ ഉമറേ, നിങ്ങളൊന്ന് മക്കയിലേക്ക് പോയി അവിടെയുള്ള പ്രമുഖരെ ഒന്ന് കണ്ട് സംസാരിക്കാമോ ഉമറേ? ഓ ഉമർ എന്നവരെ, നിങ്ങൾക്ക് മക്കയിൽ പോയിട്ട് അവിടെ പ്രമുഖരായ ആളുകളോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? എത്രമേലാണ് നമ്മൾ ഈ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുക. മക്കയിൽ നിന്ന് കരാറ് പ്രകാരം മദീനയിലേക്ക് വന്നവരെ സ്വീകരിക്കാൻ കഴിയണില്ല. അതിനു മുമ്പ് മക്കയിലുള്ള ആളുകൾ പ്രയാസങ്ങൾ, മുസ്ലിമീങ്ങളായ ആളുകൾ ഒരുപാട് കഷ്ടപ്പാടുകളിൽ കഴിയുകയാണ്. എന്തു ചെയ്യും ഉമറേ? നിങ്ങളൊന്ന് പോകാമോ ഉമറേ? അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, ബിഅബി അൻത വല്ലാഹ്, അവിടുന്ന് എന്റെ ഉപ്പയേക്കാൾ എനിക്ക് സ്ഥാനമുള്ളവരാണ്. പക്ഷേ ഞാനിപ്പോൾ മക്കയിലേക്ക് പോയാൽ അത് ചിലപ്പോൾ പ്രശ്നം വഷളാവാനാണ് കാരണമാവുക. അതുകൊണ്ട് ഞാൻ പോകുന്നതാണോ നല്ലത് എന്നൊരു അഭിപ്രായം കൂടി തേടുകയാണ്. അതുകൊണ്ട് ഹബീബായ തങ്ങളെ, എന്റെ കുടുംബക്കാരും ഇപ്പൊ അവിടെയില്ല എന്നെ സപ്പോർട്ട് ചെയ്യാൻ. അവിടെയുള്ളവർക്കാണെങ്കിലോ മറ്റുള്ളവരെക്കാൾ വലിയ ദേഷ്യം എന്നോടാണ്. അതുകൊണ്ട് എന്നെ ഒരു നയതന്ത്ര ഇടപെടലിന്റെ ഭാഗമായി അവര് കാണണമെന്നില്ല. ഞാൻ ചെന്നാൽ വിചാരിക്കും ഞാൻ യുദ്ധത്തിന് ചെല്ലുകയാണെന്ന്. കാരണം പരസ്യമായി ഹിജറ പോയ ആള് ഞാനേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം രഹസ്യമായിട്ടാണ് പോയത്. ഞാൻ വലിയ വമ്പ് കാണിച്ചിട്ട് പോണതാ. അതുകൊണ്ടാണ് അഷേഖ് മുഹമ്മദ് മുത്തവല്ലി ഷാറാവി ചോദിക്കുന്നുണ്ട്, ലിമാ ഹാദാ ഹാജറൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ സിർറൻ വഹാജറ ഉമറു ജഹറാ. എന്തേ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളിത് പരസ്യമായി പോണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രഹസ്യമായി പോന്നത് എന്തുകൊണ്ടാണ്? മക്കയിൽ ഒരു രക്തച്ചൊരിച്ചിൽ ഉണ്ടാവരുത്. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രഹസ്യ പ്രയാണത്തിന്റെ ലക്ഷ്യം. ഞങ്ങളെല്ലാവരും പേടിച്ചങ്ങ് പോവാന്നാരും വിചാരിക്കേണ്ട. ഇതായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പരസ്യ പ്രയാണത്തിന്റെ ലക്ഷ്യം.
വിശദീകരണങ്ങളുണ്ട്, ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ പരസ്യമായി പോന്ന ആളാണ്. ഞാൻ ഇനി ചെന്നാൽ ഒരു പക്ഷേ അവര് ചൊടിക്കും. അതുകൊണ്ട് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, എന്നേക്കാൾ നല്ല ഒരാൾ, നയതന്ത്രപരമായി സ്വീകരിക്കപ്പെടാവുന്ന വ്യക്തിത്വമുള്ള ഒരാളെ ഞാൻ പറഞ്ഞു തരട്ടെ നബിയേ? അതേ പറയൂ. ആരാണ് ഉമറേ? അത് നമ്മുടെ ഉസ്മാൻ ഇബ്നു അഫ്ഫാനിനെ വിട്ടാൽ മതി. ശരിയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാനിനെ വിട്ടാൽ റെഡിയാകും. മഹാനരായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വിട്ടു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെല്ലുകയാണ് മക്കയിലേക്ക്. മക്കയിലുള്ള ആളുകൾ മുഴുവനും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ സ്വീകരിച്ചു. ഒരു നയതന്ത്ര പ്രതിനിധിയായി കണ്ടു. ഇടയിൽ വെച്ച് ചില ആളുകൾ വധിക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് നടന്നില്ല. അതിനു മുമ്പ് പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ദൂതനെ അവരെ വധിക്കാൻ ശ്രമിക്കുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകത്തെ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പശ്ചാത്തലത്തിലാണെങ്കിലും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ സേഫാണ്. അബൂ സുഫിയാൻ പോലും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്കെതിരായി വന്നില്ല. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് അവര് ചോദിച്ചു, അല്ലയോ ഉസ്മാൻ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കഅബാലയം തവാഫ് ചെയ്തിട്ട് പോകാം. നിങ്ങളെ സേഫാണ് ഇവിടെ. നിങ്ങളുടെ സമാധാന ചർച്ചകൾ കേൾക്കാൻ ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ ഏതായാലും മക്കയിൽ വന്നതല്ലേ, കഅബയുടെ അടുത്ത് വന്നതല്ലേ, നിങ്ങൾ വേണമെങ്കിൽ കഅബയൊന്ന് തവാഫ് ചെയ്തിട്ട് പോയിക്കോ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തവാഫ് ചെയ്യുന്നത് വരെ ഞാൻ കഅബ തവാഫ് ചെയ്യാൻ ഉദ്ദേശിക്കണില്ല. കാരണം ഞാൻ എങ്ങനെയാണ്, ഇനി എനിക്കെങ്ങനെയാണ് മനസ്സ് വരിക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തവാഫ് ചെയ്യാൻ കൊതിച്ചു വന്നതാണ്. അവിടെ അതാ തടസ്സം കൊണ്ട് ഹുദൈബിയയിൽ നിൽക്കുകയാണ്. പിന്നെ ഞാൻ എങ്ങനെയാണ് തവാഫ് ചെയ്യുക എന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, ഇല്ല, എനിക്ക് സാധ്യമല്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാണ്, ബൈഅത്തെ റിസ്വാൻ കെ മൗഖഅ പെ നബി നെ കഹാ ഹാത്ത് യേ മേരാ ഹൈ ഗോയാ ഹസ്രത്തെ ഉസ്മാൻ കാ. മഹാനായ ഉറുദു കവി പറയാണ്, दी रसूले पाक की दो बेटियां अज़वाज में शोहरदुन्नूरैन से था हज़रते उस्मान का. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് പെൺമക്കൾ, ഒരാൾക്കു ശേഷം ഒരാളെന്ന വിധത്തിൽ പത്നിമാരായ വകയിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ദുന്നൂറൈനിയാണ്. ഇരട്ട വെളിച്ചമുള്ള നേതാവാണ്, ആ വിലാസമുള്ള നേതാവാണ്. ബായ ഹയാ ഐസേ കെ ജിസ്സേ കർത്തെ ദേ ഫരിഷ്തേ ബി. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ വലിയ ലജ്ജയുള്ള ആളായിരുന്നു. അതിന്റെ പിന്നിൽ മലക്കുകൾക്ക് പോലും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് ലജ്ജയായിരുന്നു. ഹസ്രത്തെ ഉസ്മാൻ കാ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വലിയ ഹയ്യാണ്, വലിയ ലജ്ജയുള്ള ആളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രൈവറ്റ് റൂമിൽ കിടക്കുമ്പോൾ മഹാനരായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വരും. മർഹബ,
അടുത്ത് വിളിച്ചിരുത്തും. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ വരും, മർഹബ, അടുത്ത് വിളിച്ചിരുത്തും. ആരാണ് വാതിക്കൽ? ഉസ്മാനാണ്. അപ്പൊ ഒന്നുകൂടി റെഡിയായി. ബനിയനെ ഇട്ടിരുന്നുള്ളൂ എങ്കിൽ കുപ്പായം കൂടിയിട്ട് ഒന്ന് നേരെ വസ്ത്രങ്ങളൊക്കെ ഒന്ന് പൂർണ്ണമായും റെഡിയാക്കിയിട്ടേ വരാൻ പറയൂ. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ല, എന്താണ് നബിയെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ വന്നപ്പോൾ മാത്രം അങ്ങനെ ഒരു ഒരുക്കം? അപ്പോൾ പറഞ്ഞു, സാഹിബുൽ ഹയാ, വലിയ ലജ്ജയുള്ള ആളാണ്, മലക്കുകൾക്ക് പോലും ലജ്ജയാണ്, ആ ലജ്ജയെ പരിഗണിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. ഇന്ന് ലജ്ജയില്ലാത്ത കാലമാണ്. ലജ്ജ സ്ത്രീകളുടെ ആഭരണമാണ്. ആ ആഭരണം ഇന്ന് സ്ത്രീജനങ്ങൾ മുഴുവനും പണയം വെച്ചു പോയി. ആ ആഭരണം നഷ്ടപ്പെട്ടു പോയി. സ്ത്രീകളുടെ ഏറ്റവും വലിയ ആഭരണം ഹയാ ആണ്. ആ ഹയാ ഇന്ന് എവിടെയോ എടുത്തു പോയിരിക്കുന്നു. ഏറ്റവും നല്ല ആഭരണം നഷ്ടപ്പെട്ട വനിതകളുടെ കാലമാണ്. കേവലം ഒരു കറുത്ത ലോഹയിട്ടത് കൊണ്ട് ഹയാ ആയില്ല, ഇസ്ലാമിക വേഷമായില്ല. അതിന്റെ ഉള്ളിലും ഉണ്ടായിരിക്കണം ഒരു ഹയാ, ഒരു നാണം. നാണം സ്ത്രീയുടെ ആഭരണമാണ്. അറിയുമോ, ഹബീബരായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ പത്നിമാർ, അവിടുത്തെ സ്വഹാബി വനിതകൾ, ഇമാമുകളുടെ പത്നിമാർ, അവരെല്ലാം ഏറ്റവും വലിയ അസ്ഹാബുൽ ഹയാ, അവർ ലജ്ജയുടെ ആളുകളായിരുന്നു. ആ ലജ്ജ ഏറ്റവും വലിയ ആഭരണമാണ്. അത് സ്ത്രീകൾ തിരിച്ചു പിടിക്കും തോറും നിങ്ങൾക്ക് അഭിമാനമാണ്. അത് കൃത്യമായി ശ്രദ്ധിക്കണം. ഹയാ ഇല്ലെങ്കിൽ പിന്നെ എന്തും ചെയ്യാം. ഹയാ ഇല്ലെങ്കിൽ പിന്നെ എന്തും പറയാം. ഹയാ ഇല്ലെങ്കിൽ പിന്നെ എവിടെയും പോകാം. അതുകൊണ്ട് ഹയാ പുരുഷന്മാർക്കും വേണം. ഹയാ പുരുഷന്മാർക്കും വേണം. ഹയാ ഇന്ന് ബർമൂഡ ഇട്ട് നടക്കുന്ന കുറച്ച് ചെറുപ്പക്കാരുണ്ട്. ഹയാ ഉള്ളവർക്ക് അത് ധരിച്ചു നടക്കാൻ കഴിയില്ല. പൊതുസ്ഥലങ്ങളിൽ, വീടകങ്ങളിൽ പോലും, മക്കളുടെയും വീട്ടുകാരുടെയും ഇടയിൽ പോലും അത് ധരിച്ചു നടക്കാനാവില്ല. ഹയാ ഉള്ളവർക്ക് അത് പറ്റില്ല. വേണമെങ്കിൽ ന്യായം പറയും, മൊയ്ലിയാരെ, മുട്ടുപൊക്കലിന്റെ ഇടയിലല്ലേ ഔറത്തുള്ളൂ, അതുകൊണ്ട് അത്രയും മറച്ചാൽ പോരെ എന്ന് ന്യായം ആണ്. പക്ഷേ മനുഷ്യൻ ഒരു സംസ്കാരമുള്ള ജീവിയാണ്. ഒരു തോർത്തമുണ്ടെടുത്ത് നടന്നാൽ പോരെ, ഔറത്ത് മറഞ്ഞില്ലേ ആവും. അതാണോ വസ്ത്രം? അതാണോ വസ്ത്രം? നമ്മൾ ആലോചിക്കണം. പുതിയ തലമുറയിൽ ഹയാ നഷ്ടപ്പെടുന്നു. ആണിനും പെണ്ണിനും എല്ലാവർക്കും വേണ്ടതുണ്ട് ഹയാ. അതുകൊണ്ട് തന്നെ ഹയാ സൂക്ഷിക്കേണ്ടത് അൽ ഹയാഉ മിനൽ ഈമാൻ, ഈമാനിന്റെ ഭാഗമാണ് ഹയാ. ലജ്ജ വേണ്ടയിടത്ത് ലജ്ജ വേണം, നാണം വേണ്ടയിടത്ത് നാണം വേണം. നാണമില്ലാത്തവരുടെ ഒരു ലോകം ആർക്കും എന്തും എവിടെയും എങ്ങനെയും ആരുടേതും ആരെയും കാണാമെന്നത് നാണമില്ലാത്ത ഒരു ലോകത്തിന്റെ ലക്ഷണമാണ്. അപ്പൊ ഓരോരുത്തരും ലജ്ജയുള്ളവരായി വളരണം. അതേ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ വലിയ ഹയാഇന്റെ ഉടമയായിരുന്നു. वक़्त हिजरत मालो दौलत दीन पर कुर्बान की, बहर जूदो सखादा हजरत उस्मान का. वक़्त हिजरत, പലായനത്തിന്റെ വേളയിൽ മാലോ ദൗലത്ത് ദീൻ പർ ഖുർബാൻ കി, എല്ലാ ആസ്തികളും എല്ലാ സമ്പാദ്യവും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സമർപ്പിച്ചു. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സമർപ്പിച്ചു. ചില ആള് വിചാരിക്കുന്നത് പള്ളിക്ക് കൊടുത്താൽ നഷ്ടമായി, പള്ളക്ക് കൊടുത്താൽ ലാഭമായി.
അല്ല, പള്ളിക്ക് കൊടുത്തതേ ബാക്കി ഉണ്ടാവുള്ളൂ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചതേ ബാക്കി ഉണ്ടാവുള്ളൂ. നമ്മുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാം. ദൂർത്ത് പാടില്ല. കുറെ സമ്പാദ്യം കെട്ടിക്കൂട്ടി വെച്ചിട്ട് കാര്യമില്ല. ഈ ലോകത്ത് ആവശ്യമായത് ഉപയോഗിച്ച്, പ്രിയമുള്ളവരെ, നമ്മൾ നല്ല ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരാകണം. നമ്മുടെ ഇടയിൽ എത്രയോ പാവങ്ങൾ ജീവിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. ഇത്രയും സമ്പന്നമായ ഈ പ്രദേശത്ത്, നമ്മുടെ സമൂഹം തിങ്ങിക്കൂടി താമസിക്കുന്ന ഈ പ്രദേശത്ത് നിന്ന് ഈ കഴിഞ്ഞ മാസവും വീടില്ലാത്ത, കഷ്ടപ്പെടുന്ന, രോഗികളായ, ഭക്ഷണത്തിന് വകുപ്പില്ലാത്ത എത്രയോ ആളുകൾ അപേക്ഷയുമായി അങ്ങനെ ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിവില്ലാത്ത ഞങ്ങളെ തന്നെ സമീപിച്ചിട്ടുണ്ട്. നമുക്കങ്ങനെ സംവിധാനങ്ങളൊന്നുമില്ല. നമ്മുടെ സ്ഥാപനങ്ങളിലുള്ള കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനും അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാനും സ്ഥാപനത്തിന്റെ നിർമ്മാണത്തിനും തന്നെ ജനങ്ങളിൽ നിന്ന് സംഘടിപ്പിച്ച് നടത്തുന്നവരാണ്. നിങ്ങളൊക്കെ സഹായിക്കുന്നവരാണ്. എന്നാൽ ഏതോ ഒരു പ്രതീക്ഷയിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് കരുതി സമീപിക്കുമ്പോൾ നമ്മൾ നിസ്സഹായരാവുകയാണ്. ഈ സദസ്സിലുള്ള പലരെയും ഞാൻ അത്തരം സ്ഥലങ്ങളിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് അന്വേഷിക്കാൻ. അപ്പോൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ പ്രയാസത്തിൽ കഴിയുന്നവരാണ് പലരും. ഈ നാട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിലുള്ളവർ തന്നെ, അഹ്ലുബൈത്തിലെ ആളുകൾ തന്നെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിലുണ്ട്. സമ്പന്നരായ ആളുകൾ ഇത്തരം വേദികളിൽ വരില്ല. അവര് നാടിന്റെ കഷ്ടപ്പാടും പ്രയാസങ്ങളും അറിയണില്ല. അവരേതോ ലോകത്ത് ജീവിക്കുകയാണ്. ജനങ്ങളുടെ ഇടയിൽ വസിക്കുന്നവർ അത് അറിയുന്നുണ്ടാവും. പക്ഷേ അവർക്ക് ചെയ്യാൻ പരിമിതികളുണ്ട്. വരുന്നവരെ എല്ലാം ചോദിക്കാൻ വരുന്നവരെ, പള്ളിക്ക് വന്നാലും മദ്രസയ്ക്ക് വന്നാലും ആവശ്യത്തിന് മേലെ ആവശ്യങ്ങൾക്ക് വന്നാലും എല്ലാവരെയും പിരിവുകാരായി കാണും. നിർമ്മാണപരമായ പ്രവർത്തനങ്ങൾക്ക് ഇടപെടുന്നവരെ തിരിച്ചറിയാൻ സെൻസുകളില്ലാത്ത പലരും ഉള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പരിസരങ്ങളെ നമ്മൾ അറിയണം. വിശേഷിച്ചും നമ്മുടെ ഈ നാട്ടിൽ, ഈ പ്രദേശത്തുള്ള സമ്പന്നരായ ആളുകൾ സകാത്ത് കൊടുത്താൽ തന്നെ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളെ ഈ നാട്ടിൽ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നൽകുന്നവര് പലരുമുണ്ട്. അള്ളാഹു അവർക്ക് ബറക്കത്ത് ചെയ്യട്ടെ. ചിലപ്പോൾ അറിയാത്തത് കൊണ്ട് ലഭിക്കാത്തവരുണ്ടാകും. നമ്മൾ കഷ്ടപ്പെടുന്ന ഒരാളെ, കഴിവുള്ള ഒരാളുടെ അടുക്കൽ എത്തിച്ചു കൊടുത്താൽ അതും ധർമ്മമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിനെ വിശദീകരിക്കുന്ന ഹദീസിൽ അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ശമാഇലിൽ നമുക്ക് വായിക്കാൻ കഴിയും, ആവശ്യക്കാർ ചിലപ്പോൾ പട്ടിണിക്കുമേൽ പട്ടിണിയിൽ കഴിയും. കൊടുക്കാൻ പറ്റുന്നവരുടെ അടുക്കൽ വിവരമെത്തില്ല. ആ വിവരം എത്തിച്ചു കൊടുക്കുന്നത് വലിയ ഒരു ധർമ്മമാണ്. ഇപ്പൊ നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ വന്നാൽ ഏറിയാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അത്രയേ ഉള്ളൂ. അതും സമ്പന്നരായ ആളുകളുടെ അടുക്കൽ എത്താൻ ഏതെല്ലാം കടമ്പകൾ വേണം, ഏതെല്ലാം കടമ്പകൾ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബികളിൽ നിന്ന് എല്ലാം പഠിപ്പിച്ചു. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വഖത ഹിജ്റത മാല ദൗലത്ത് ദീന പർ ഖുർബാൻ കി, എല്ലാം അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചു. ബഹറ ജൂദോ സഖാദ, ഔദാര്യത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും ഒരു സമുദ്രമായിരുന്നു ഹസ്റത്തെ ഉസ്മാൻ കാ. ബിർ റൂമാ സേ ബജായി പ്യാസെ അഹ്ലെ ശഹർ की फजल बारी था ये सारा हजरत उस्मान का. ബിർ റൂമ വാങ്ങിക്കൊടുക്കുക വഴി മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ എത്ര വലിയ ഭാഗ്യമാണ് കരസ്ഥമാക്കിയത്. അതേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബൈഅത്തുർ റിളവാനിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടമ്പടി ചെയ്യുന്ന നേരത്ത് എല്ലാ സ്വഹാബികളും ഉടമ്പടി ചെയ്തു.
ഞങ്ങൾ വിട്ടുപോവുകയില്ല. ചിലർ പറഞ്ഞു ജീവൻ അവസാനിക്കുന്നത് വരെ തങ്ങളുടെ കൂടെയാണ്. അങ്ങനെ സ്വഹാബികൾ മുഴുവനും സന്നദ്ധരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കരാറ് ചെയ്യുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അവിടെ കാരണം കൊണ്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏൽപ്പിച്ച ഒരു ദൗത്യത്തിൽ വ്യാപൃതനാണ്. അതുകൊണ്ട് വരാൻ കഴിയാതെ ഇരുന്നപ്പോൾ ബൈഅത്തെ റിസ്വാൻ കെ മൗഖഅ പെ നബി നെ കഹാ, ബൈഅത്തുർ റിദ്വാന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹാത്ത് യേ മേരാ ഹെ ഗോയാ ഹസ്രത്തെ ഉസ്മാൻ കാ, ഇത് എന്റെ കയ്യാണ്, ഇത് ഉസ്മാനിന്റെ കയ്യാണ്. ഞാനിതാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവർക്ക് വേണ്ടി കരാറ് ചെയ്യുകയാണ്. ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്തവരുടെ ഗണത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുണ്ടേ. ശാരീരികമായി അവിടെ ഇല്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകരം ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കയ്യിലേക്ക് വെച്ചില്ലെങ്കിലും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കരത്തേക്കാൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, ഇത് ഉസ്മാനിന്റെ കൈയാണ്. അങ്ങനെ കരാറിന്റെ ഭാഗമായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ വലിയ പദവി നേടിയെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത്രമേൽ വലിയ ഇഷ്ടമായിരുന്നേ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് അത്ര വലിയ സ്നേഹമാണ്. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ചെറുപ്പത്തിലേ തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. അഥവാ ഖുർആൻ അവതരണത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ തന്നെ ഹിഫ്ളാക്കിയവരാണ്. ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, വലഖദ് ജമഅത്തുൽ ഖുർആന അലാ അഹദി റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തു തന്നെ ഞാൻ ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. കാന യുഹ്യിൽ ലൈല കുല്ലഹു ബിറകഅത്തിൻ യജ്മഉ ഫീഹൽ ഖുർആൻ, ഖുർആൻ മുഴുവനും പാരായണം ചെയ്തുകൊണ്ട് രാത്രിയിൽ നിസ്കരിച്ചിരുന്ന ആളാണ്. ഒരേ റകഅത്തിൽ പരിശുദ്ധ ഖുർആൻ മുഴുവനും പാരായണം ചെയ്തുകൊണ്ട് നിസ്കരിച്ച ആളായിരുന്നു സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ സമൂഹത്തിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, മകസ ആലു മുഹമ്മദിൻ അർബഅത അയ്യാമിൻ മാ തഇമു ശൈആ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടുകാർ 4 ദിവസം ഒന്നും കഴിച്ചില്ല, കഴിക്കാൻ പറ്റുന്ന ഒന്നുമില്ല. ഹത്താ തളാഗു സുബിയാനുന, നമ്മുടെ കുട്ടികൾ ഇങ്ങനെ കരയാൻ തുടങ്ങി, നിലവിളിക്കാൻ തുടങ്ങി, ഒന്നുമില്ല വീട്ടിൽ. ഫദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വീട്ടിലേക്ക് വന്നു. ഫഖാല യാ ആയിഷ, മോളെ ആയിഷ, ഹൽ അസബതും ബഅദി ശൈആ, ഞാൻ ഇവിടെ കുറച്ചുണ്ടായിരുന്നില്ലല്ലോ മോളെ, ഞാൻ പള്ളിയിൽ പോയി വരുന്നതിന്റെ ഇടയിൽ എന്തെങ്കിലും കിട്ടിയോ, എന്തെങ്കിലും കിട്ടിയോ? ഫഖുൽതു മിൻ ഐന ഇല്ലം യഅതിന അല്ലാഹു ബിഹി അലാ യദൈക്, അല്ലയോ ഹബീബായ തങ്ങളെ, തങ്ങളുടെ കയ്യിലൂടെ അല്ലാതെ ഇവിടെ എവിടുന്ന് വരാനാണ്? ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി, യുസല്ലി ഹാഹുനാ മറത്തൻ വഹാഹുനാ മറത്തൻ യദ്ഉ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിസ്കരിക്കും, അവിടെ ദുആരക്കും, കുറച്ച് മാറി അവിടെ നിസ്കരിക്കും, പിന്നെയും ദുആരക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പള്ളിയിലേക്ക് ഇറങ്ങി.
നിസ്കരിച്ചു ദുആ ചെയ്യുകയാണ്. അതാ മഹാമഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഫഅതാ ഉസ്മാൻ മിൻ ആഖിരിൻ നഹാർ. വൈകുന്നേരമായപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ വന്നു. വീട്ടിലേക്ക് സമ്മതം ചോദിച്ചു വരട്ടേന്ന്. ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ സമ്മതം നൽകി. എന്തെങ്കിലും വരാനുള്ള വഴിയായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി. എന്നോട് ചോദിച്ചു, അയിന റസൂലുള്ളാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയാണ്? ഫഖുൽതു യാ ബുനയ്യ, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ പറഞ്ഞു, മോനെ, മാ തഅമ ആലു മുഹമ്മദിൻ മിൻ അർബഅതി അയ്യാമിൻ ശൈആ, 4 ദിവസമായി ഇവിടെ ഒന്നും വീട്ടുകാര് കഴിച്ചിട്ടില്ല മോനെ. ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുതഗയ്യിറൻ ളാമിറൽ ബത്നി ഫഅഖബർതുഹു ബിമാ ഖാല ലഹാ വമിമാ റദ്ദത് അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. ശരീരത്തിന്റെ ഭാവമൊക്കെ മാറിയിട്ടുണ്ട്, വിശന്ന് വിവർണമായിട്ടുണ്ട്. അവിടുത്തെ വയറ് വിശക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞു. മഹദി അവറുകൾ പറഞ്ഞു, ഞാൻ പറഞ്ഞ മറുപടി, എന്നോട് ചോദിച്ച കാര്യം ഇത് കേട്ടപ്പോഴേക്ക് ഫബകാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കരയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ വീട്ടിലെ അവസ്ഥ കണ്ടുകൊണ്ട് മഹാനവറുകളെ കരയുകയാണ്. യാ ഉമ്മൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഉമ്മയായ ആയിഷ ഉമ്മ, എന്തേ നിങ്ങൾ ഇക്കാര്യമൊന്നും ആരോടും പറയാതിരുന്നത്? എന്നോടൊന്ന് അറിയിച്ചുകൂടായിരുന്നോ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ അറിയിച്ചുകൂടായിരുന്നോ? സാബിത്ത് ഇബ്നു ഖൈസിനെ അറിയിച്ചുകൂടായിരുന്നോ? സ്വഹാബികളിൽ കഴിവുള്ളവരെ പലരുമുണ്ടല്ലോ. മിമ്മകാസീരിന്നാസ്, സ്വഹാബികളിൽ നിന്ന് കഴിവുള്ളവരെ പലരും ഇവിടെ ഉണ്ടല്ലോ. ആരോടെങ്കിലും ഒന്ന് അറിയിച്ചുകൂടായിരുന്നോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിങ്ങൾ വേഗം കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. എന്നിട്ടതാ ധാന്യപ്പൊടിയുടെ ഒരു ചുമട്, വഹമാലിൻ മിനൽ ഹിന്തതി വഹമാലിൻ മിനത് തംരി വബിമസ്ലൂഖിൻ വബി300 ദിർഹമിൻ ഫീ സുറത്തിൻ, ഒരു സഞ്ചിയിൽ 300 ദിർഹമുണ്ട്. കാരക്കയുടെ ഒരു ബാഗുണ്ട്, ധാന്യത്തിന്റെ പൊടിയുടെ ഒരു ചുമടുണ്ട്. ഇതെല്ലാം കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു, ഇതൊക്കെ പാചകം ചെയ്താലല്ലേ കഴിയുള്ളൂ, അത്യാവശ്യം കഴിക്കാനുള്ള. ثم بعث بخبز وشواء كثير كلوا أنتم وضعوا لرسول الله صلى الله عليه وسلم حتى يجيء, നിങ്ങൾ കഴിച്ചോളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് കരുതി വെച്ചോളൂ. ثم أقسم علي ألا يكون مثل هذا إلا أعلمته, എന്നിട്ട് പറഞ്ഞു, ഓ ആയിഷ ഉമ്മ, ഇങ്ങനത്തെ ഘട്ടം വന്നാൽ നിർബന്ധമായും എന്നെ അറിയിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടുകാര്യം അന്വേഷിച്ച് അടുപ്പ് പുകഞ്ഞില്ലെന്നറിഞ്ഞപ്പോൾ വേണ്ടതെല്ലാം എത്തിച്ചു കൊടുക്കാൻ നിയോഗം കിട്ടിയ സ്വഹാബിയാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, വദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ,
കുറച്ചു കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. അപ്പോഴും ചോദിച്ചു, യാ ആയിഷ ഹൽ അസബ്തും ബഅദി ശൈആ, അല്ല വല്ലതും കിട്ടിയോ മോളെ, ആരെങ്കിലും വന്നോ മോളെ? യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ ദൂതരെ, ഖദ് അലിംതു അന്നക ഇന്നമാ ഖറജ്ത തദ്ഉ അല്ലാഹ അസ്സ വജല്ല, അവിടുന്ന് ദുആ ചെയ്തുകൊണ്ടല്ലേ ഇറങ്ങിപ്പോയത്. അതുകൊണ്ട് തന്നെ വഖദ് അലിംതു അന്നല്ലാഹ ലൻ യറുദ്ദക അൻ സുആലിക, അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളുടെ ദുആഇന് ഉത്തരം തരാതിരിക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നബിയേ, അവിടുന്ന് ദുആ ചെയ്തുകൊണ്ടല്ലേ പോയത്. ഉത്തരം പ്രതീക്ഷിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ സന്തോഷത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അല്ലയോ മോളെ, എന്തേ വല്ലതും കിട്ടിയതുപോലെയുണ്ടല്ലോ? അപ്പോൾ പറഞ്ഞു, കഥാ വ കഥാ വ കഥാ, ഇതാ നല്ല ഒരു ചുമട് ധാന്യപ്പൊടിയുണ്ട്, നല്ല കടലകളുണ്ട്, അതുപോലെ നല്ല കാരക്കയുണ്ട്, 300 ദിർഹമുണ്ട്, അതുപോലെ ഇപ്പോൾ കഴിക്കാൻ റൊട്ടിയുണ്ട്, പാകം ചെയ്ത മാംസമുണ്ട്. അപ്പോൾ ചോദിച്ചു, മിമ്മൻ, ആരാണ് ആയിഷ ഇതൊക്കെ കൊണ്ടുതന്നത്? അപ്പോൾ പറഞ്ഞു, മിൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളാണ് കൊണ്ടുവന്നത് നബിയേ. മഹാനവറുകളെ കുറിച്ച് പറയാണ്, വബക്കാ, അവിടുന്ന് കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇരുന്നില്ല. ഫലം യജ്ലിസിൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹത്താ ഖറജ ഇലൽ മസ്ജിദി വറഫഅ യദൈഹി, തൊട്ടു ചേർന്നു തന്നെയാണല്ലോ പള്ളി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളാണ് റൊട്ടിയും മാംസവും ധാന്യവും ധാന്യപ്പൊടിയുമെല്ലാം കൊണ്ടുവന്ന് കൊടുത്തത് എന്നറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെട്ടു നേരെ പള്ളിയിലേക്ക് തന്നെ. വറഫഅ യദൈഹി, സംഭാവന തന്നാൽ ദുആ ചെയ്യുന്ന രീതി സ്വഹാബത്തിൻ്റെത്. അതിലേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ്. അല്ലാഹുമ്മ ഖദ് റളീതു അൻ ഉസ്മാന ഫർള അൻഹു, അല്ലാഹുവേ എനിക്ക് ഉസ്മാനിനെ തൃപ്തിയാണ്, റബ്ബേ നീയും തൃപ്തിപ്പെടണം അല്ലാഹ് എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് വേണ്ടി 3 പ്രാവശ്യം ദുആ ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലേക്ക് കടന്നു എന്ന് മഹദിയായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ കുറിച്ച് സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആറ്റുനോറ്റ് കൊണ്ട് നടന്ന നേതാവല്ലേ. ثم الرضا عن نبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي الله. നിങ്ങളെ മൗലായ കേട്ടാൽ 5 ദിവസമായിട്ട് പട്ടിണി കിടക്കുന്ന തോന്നാം. അതുകൊണ്ട് നല്ല റാഹത്തിൽ ഒരു മൗലായ ചെല്ലണം. ثم الرضا عن نبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي كلهم. മഹാനരായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വലിയ നേതാവല്ലേ. ബദരീങ്ങളുടെ പേര് ചൊല്ലുമ്പോൾ 4ാമത് ചൊല്ലുന്ന പേര് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടേതാണ്. പക്ഷേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ശാരീരികമായി ബദറിൽ ഉണ്ടായിരുന്നില്ല.
ശാരീരികമായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ബദറിൽ പങ്കെടുത്തിട്ടില്ല. പക്ഷേ ബദരീങ്ങളിൽ നാലാമത്തെ ആളാണോ? ആണല്ലോ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിയോഗിച്ച ഡ്യൂട്ടിയിലാണ്. അപ്പോഴത് പങ്കെടുത്തതുപോലെയാണ് മകളുടെ അസുഖത്തിന് പരിചരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഏൽപ്പിച്ചതാണ്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിൽക്കേണ്ട സ്ഥാനത്ത് നിന്നപ്പോൾ ശാരീരികമായി ബദറിലെങ്കിലും മൂല്യം കൊണ്ട് ബദരിയാണ്. ഉടമ്പടി ചെയ്യുമ്പോൾ മറ്റുള്ളവരെല്ലാം അവരവരുടെ കൈയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ വെച്ചു കൊടുത്തതെങ്കിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ തിരുകരത്തിന് പകരം ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ കരമാണ് വെച്ചത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കൈക്ക് പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈയാണ്. ഇനി വരട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം മസ്ജിദ് ഖുബാഇന്റെ മുറ്റത്തുള്ള അരീസ് കിണറിന്റെ വക്കിൽ ഇരിക്കുകയാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വന്നു. ആ കിണറിന്റെ വക്കിൽ ഒരു ഭാഗത്ത് വിളിച്ചിരുത്തി. പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വന്നു. അതേ കിണറിന്റെ വക്കിൽ തന്നെ അടുത്ത സൈഡിൽ പിടിച്ചിരുത്തി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വന്നു. മഹാനവറുകൾ വന്നപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ഒന്ന് സ്റ്റഡിയായിരുന്നിട്ട് മഹാനവറുകളെയും ഇരുത്തി. എന്നിട്ട് ബശ്ശറഹും ബിൽ ജന്ന, ഓ നിങ്ങൾ നാളെ സ്വർഗത്തിലാണ്, സ്വർഗം കൊണ്ട് മുന്നറിയിപ്പ് നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ എപ്പോഴും അഭിമുഖമായി മുന്നിലാണ് ഇരിക്കുക. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വലതുഭാഗത്താണ്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഇടതുഭാഗത്താണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ മിക്കപ്പോഴും വഹയ് എഴുതുന്ന ആളുകൂടിയാണ്. അതുകൊണ്ട് മുന്നിൽ തന്നെ ഇരിക്കാൻ അവസരം കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദ് പർവതത്തിന്റെ മേലെ കയറി. ഞാൻ എണ്ണി പറഞ്ഞ് വേഗം അങ്ങ് പോവാണ്. കയറിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരാളാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഞ്ചാര പദങ്ങളിൽ പലപ്പോഴും ഒപ്പമുണ്ടാകും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും. അങ്ങനെ ഇഴചേർന്ന് നിൽക്കുന്ന മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പരിഭ്രമിച്ചു പോയി. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്ന് വിശ്വസിക്കാനാവാതെ പരിഭ്രമിച്ചു പോയി. ഫഅൻകറ അലാ മൻ ഖാല മാത റസൂലുള്ളാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്ന് പറഞ്ഞവരെ അംഗീകരിച്ചില്ല. വഅമ്മാ മൗഖിഫു സയ്യിദിനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ ഫഖദ് കാന യദ്ഹബു വയജീബു വലാ യസ്തതിഉ കലാമാ, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയല്ലാതെ ഒരു വാക്ക് ഉരുവിടാൻ കഴിയുന്നില്ല. മിണ്ടാനാവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഭ്രമിച്ച് നടക്കുകയല്ലാതെ ഒരു വാക്ക് പുറത്തു വന്നില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ ഉറച്ചു പിടിച്ചു. താങ്ങാനാവാത്ത വിരഹത്തിന്റെ വേദനയിൽ ഒരു ശബ്ദം പോലും പുറത്തു വരാതെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ നിശബ്ദമായി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുകയാണ്. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഓ ഉസ്മാനേ, ഓ ഉസ്മാനേ,
ഏതു ഘട്ടം വന്നാലും നിങ്ങളുടെ ഖമീസ് നിങ്ങൾ അഴിക്കല്ലേ ഉസ്മാനെ എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും നിങ്ങളുടെ കുപ്പായം അഴിക്കല്ലേ ഉസ്മാനെ, കുപ്പായം നിങ്ങൾ മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജനങ്ങൾക്ക് പ്രശ്നമുള്ള ഒരു തീരുമാനമെടുക്കരുത് എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജീവിച്ചല്ലോ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലത്ത് ജീവിച്ചല്ലോ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പിന്നെ ഖലീഫയായല്ലോ. ആ ഘട്ടങ്ങളിലെല്ലാം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഏറ്റവും വലിയ തണലാണ്. അതിന്റെ ഒരു ഉദാഹരണം കൂടി ഞാൻ ഇവിടെ ചേർത്ത് പറയാം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് വലിയ ദാരിദ്ര്യമായി. മദീനത്ത് ധാന്യങ്ങൾ കിട്ടാനില്ല, ഗോതമ്പ് കിട്ടാനില്ല, ധാന്യങ്ങൾ കിട്ടാനില്ല. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ആശ്വസിപ്പിക്കുന്നുണ്ട് ജനങ്ങളെ. അപ്പോഴാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് 1000 ലോഡ് ഗോതമ്പ് മദീനയിൽ വന്നു. വലിയ മുതലാളിയാണ്, വലിയ ഇമ്പോർട്ട് ബിസിനസ് ചെയ്യുന്ന ആളാണ്. സിറിയയിൽ നിന്ന് വലിയ ധാന്യങ്ങൾ മദീനയിലേക്ക് കൊണ്ടുവന്ന് വ്യാപാരം ചെയ്യുന്ന ആളാണ്. ഖദിമത്ത് ലി ഉസ്മാൻ 1000 റാഹിലത്തിൻ ബുർറൻ വ തആമാ, ഭക്ഷണ സാധനങ്ങളും ധാന്യങ്ങളുമായി 1000 വാഹനങ്ങൾ വന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ വീട്ടിലേക്ക് മദീനത്തെ മുഴുവൻ ഷോപ്പുകാരും വന്നു. ഫഖറജ ഇലൈഹിം, മഹാനവറുകൾ അവരുടെ മുമ്പിലേക്ക് ഇറങ്ങിച്ചെന്നു. അവരോട് ചോദിച്ചു, മാ തുരീദൂൻ, എന്തിനാ നിങ്ങൾ വന്നത്? അപ്പോൾ അവരെല്ലാം പറഞ്ഞു, ഞങ്ങൾ ഈ മദീനയിലെ കച്ചവടക്കാരാണ്, അതുകൊണ്ട് ഇവിടെ 1000 ലോഡ് സാധനം വന്നിട്ടുണ്ട് എന്നറിഞ്ഞു. ഞങ്ങൾ ഇവിടെ ബിസിനസ് നടത്താൻ വേണ്ടി വാങ്ങാൻ വന്നതാണ്. അവരെല്ലാം കയറിയപ്പോൾ ബഹുമാനപ്പെട്ടവര് ചോദിച്ചു, കം തുർബിഹൂനി അലാ ശറാഇ മിനശ്ശാം, ഞാൻ സിറിയയിൽ നിന്ന് വാങ്ങിയ വിലയിൽ നിന്ന് നിങ്ങൾ എത്ര അധികം തരും? അപ്പോഴവര് പറഞ്ഞു, നിങ്ങൾ 10 ദീനാർ ദിർഹമിന് വാങ്ങിയതിന് ഞങ്ങൾ 12 തരാം. അങ്ങനെയാണല്ലോ, ഡിമാൻഡുള്ള സമയത്ത് വില കൂടും. സാധനങ്ങൾ ദുർലഭമാകുമ്പോൾ വിലയേറും. അങ്ങനെ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കയ്യിലെ അന്ന് മദീനയിൽ സ്വത്തുള്ളൂ. കച്ചവടക്കാരെല്ലാം വന്നു, റീറ്റെയിൽ ബിസിനസ്സുകാര് മുഴുവൻ, 10 ദിർഹമിന് നിങ്ങൾ വാങ്ങിയത് ഞങ്ങൾ 12 തരാം. ഖദ് സാദൂനി, അതിലേറെ തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അവര് പറഞ്ഞു, എന്നാ 14 തരാം. അപ്പോൾ പറഞ്ഞു, അല്ല, അതിലേറെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ലാഭം. അപ്പോ അവര് ചോദിച്ചു, മൻ സാദക വനഹ്നു തുജാറുൽ മദീന, മദീനയിലെ മുഴുവൻ ബിസിനസ്സുകാർ ഇവിടെ ഉണ്ട്, ആരാണ് നിങ്ങൾക്ക് ഏറെ വില തരാമെന്ന് പറഞ്ഞത്? അപ്പോൾ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു, സാദനീ ബികുല്ലി ദിർഹമിൻ 10, ഒന്നിന് 10 ഇരട്ടി ലാഭം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലേറെ തരാൻ പറ്റുന്ന ആരെങ്കിലും കച്ചവടക്കാർ ഇവിടെ ഉണ്ടോ? ലാ, ഞങ്ങൾക്ക് അതിലേറെ എന്തായാലും തരാൻ കഴിയൂല. എന്നാൽ ഫൗഷിദുകും മഅശറത്തു തുജാർ, അല്ലയോ വ്യാപാരികളെ, ഇതാ ഇത് മുഴുവനും സദഖത്തുൻ അലാ ഫുഖറാഇൽ മദീന, ഈ വന്ന ധാന്യങ്ങൾ മുഴുവനും മദീനത്തെ ദരിദ്രർക്ക് മുഴുവനും പാവപ്പെട്ടവർക്ക് ഫ്രീ ആണ്. നിങ്ങൾ ഡിമാൻഡുള്ള സമയത്ത് വാങ്ങി നല്ല വിലക്ക് വിൽക്കാൻ വന്നതാണ് അല്ലേ? എനിക്ക് 10 ഇരട്ടി കൂലി തരാമെന്ന്, ഇരട്ടി ലാഭം തരാമെന്ന് പറഞ്ഞവൻ അല്ലാഹുൽ വാഹിദുൽ അഹദ്, അല്ലാഹു തആല എനിക്ക് ലാഭം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ലാഭം വേണ്ട. പല കച്ചവടക്കാരും സദസ്സിലുണ്ടാകുമല്ലോ.
ലാഭം കൊയ്യാനുള്ള ഏതെങ്കിലും ഘട്ടം നമ്മൾ വിട്ടുകളയുമോ? ഇല്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്കറിയാം ഇവിടത്തെ ലാഭം 4 ദിവസമേ ഉള്ളൂ, നാളത്തെ ലാഭം റെഡിയാണ്. ചിലരത്തൊക്കെ പിരിവിന് എന്നാല് വലിയ മുതലാളിമാര് ദാരിദ്ര്യം പറയുന്ന കേട്ട അങ്ങോട്ട് കൊടുക്കാൻ തോന്നും. നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിയുമ്പോ മോള് വന്ന് പറയും ഒരു കളിപ്പാട്ടം വേണോന്ന്. അത്ര എസൻഷ്യൻ അല്ലാത്ത ഒരു സാധനം വേണമെന്ന് പറയും. എത്രയാ മോളെ വേണ്ടത്? 1000 റുപ്യ. എന്നാ 1500 വെച്ചോ. അപ്പ ദാരിദ്ര്യം ഉണ്ടാവില്ല. നമ്മളെല്ലാവരും ഇന്ന് അനിവാര്യമല്ലാത്ത എത്ര ചെലവാണ് നടത്തുന്നത്? ഓരോരുത്തരും ആലോചിക്കണം. ആഡംബരങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന എത്ര സംഖ്യകളുണ്ട് സാധാരണയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. മക്കള് സ്കൂളിൽ പോകാൻ നേരം, കോളേജിൽ പോകാൻ നേരം അത്ര എസൻഷ്യൽ അല്ലാത്ത ആവശ്യങ്ങൾക്ക് വേണ്ടി വന്ന് ചോദിച്ചാലും 10 ചോദിച്ചാൽ 11 ഇരിക്കട്ടെ, 15 ഇരിക്കട്ടെ. പള്ളിന്ന് പിരിവിന് വന്നാലോ, പടച്ചോനെ ആ ബിസിനസ് നഷ്ടം, ഈ ബിസിനസ് നഷ്ടം, എന്നാ ഇതും കൂടി അങ്ങോട്ട് വെച്ചോളിന്ന് കൊടുക്കാൻ തോന്നും. അങ്ങനെയാണ് പല ആളുകളും. കാരണം എന്താണെന്നറിയോ? ഈ കൊടുത്താലുള്ള ലാഭത്തിൽ അത്ര ഉറപ്പില്ല. പിന്നെ ഇത്ര ആളുകൾ വരുമ്പോ എങ്ങനെ മടക്കി വിടുക, പിന്നെ വലിയ മൂല്യമാരൊക്കെ വരുമ്പോ എങ്ങനെ തിരിച്ചു വിടുക എന്ന് വെച്ചിട്ടുണ്ട് കൊടുക്കുകയാണ്. അതേ സമയത്ത് ഈ കൊടുത്താല് നല്ല ലാഭം ഉണ്ടെന്നുള്ള വിശ്വാസത്തോടെ കൊടുക്കണം, നല്ല ഉറപ്പോടെ കൊടുക്കണം. നിങ്ങളുടെ മുമ്പിൽ സ്ഥാപനങ്ങൾക്ക് വേണ്ടി, പള്ളിക്ക് വേണ്ടി പിരിക്കാൻ വരുന്നവര് ഗതിയില്ലാത്തോണ്ട് വരുന്നതല്ല, ഈ ഉമ്മത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി വരുന്നതാണ്. ആ ബോധം നിങ്ങൾക്ക് വേണം, ആ ബോധം ഉമറാക്കൾക്ക് വേണം. നിങ്ങളെക്കാൾ ബിസിനസ് നടത്താൻ പറ്റുന്ന ബുദ്ധിമാന്മാർ നിങ്ങളുടെ മുമ്പിൽ വന്ന് വിനയത്തോടെ 4 കാശ് ചോദിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിന്റെ ഇഖാമത്തിന് വേണ്ടിയാണ്. അത് തിരിച്ചറിയാനുള്ള വിവേകം സമ്പന്നർക്ക് വേണം. അവരവരുടെ ജീവിതം മുഴുവനും ഒഴിഞ്ഞു വെച്ചത്, അവരുടെ ദിശണ മുഴുവനും മാറ്റിവെച്ചത്, അവരുടെ സമയം മുഴുവനും വിനിയോഗിച്ചത് ഈ സാമൂഹിക നിർമ്മിതിക്ക് വേണ്ടിയാണ്. അവർ നിങ്ങളെപ്പോലെ ബിസിനസ്സിന് പോയിരുന്നെങ്കിൽ അതിലേറെ വലിയ ബിസിനസ് ചെയ്യാൻ അവർക്ക് കഴിയുമായിരുന്നു. അല്ലാതെ നിങ്ങളുടെ കന്ന് പള്ളിക്ക് പിരിവ് കിട്ടിയതിന്റെ നക്കാപ്പിച്ച കൊണ്ട് ജീവിക്കേണ്ടവർ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരില്ല. ഇത് തിരിച്ചറിയാനുള്ള ബോധം ഉമറാക്കൾക്ക് വേണം. മഹാന്മാരായ ഞങ്ങളുടെ ഗുരുവര്യന്മാർ സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവരുടെ കയ്യിലൂടെ കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്, അല്ല പരകോടികളുടെ. അതിൽ നിന്ന് ഒരു ചില്ലിക്കാശ് പോലും അവർ വ്യക്തിപരമായി ഉപയോഗിക്കില്ല. ഞങ്ങൾ അവരുടെ ശിഷ്യന്മാരോ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരോ ആണ്. അവർക്കിതിന്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങൾ അടുത്തറിയുന്ന ഞങ്ങളുടെ ഗുരുവര്യന്മാരുടെ ജീവിതം ഞങ്ങൾക്ക് മനസ്സിലാക്കാം. അവരാരും ഇതുകൊണ്ട് ജീവിക്കുന്നവരല്ല. അവർക്ക് അല്ലാഹു അല്ലാതെ തന്നെ ഹലാലായി കൊടുത്തത് കൊണ്ട് ലളിതമായി ജീവിക്കുന്നു. ആ രഹസ്യങ്ങൾ നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിനു വേണ്ടി നിങ്ങളുടെ മുമ്പിൽ വരുന്നവർ, അവരെ തിരിച്ചറിയാൻ, മൂല്യം അറിയാൻ, നമ്മുടെ സമൂഹത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ തിരിച്ചറിയാൻ നമുക്കാവണം. അങ്ങനെ നമുക്ക് കഴിയാനാവണം. ഈ സ്നേഹപ്രപഞ്ചത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഇതിന്റെ സംഘാടകർ ഈ 10 ദിവസമല്ല, എത്രയോ ദിവസം ഉറക്കൊഴിഞ്ഞ് കഠിനാധ്വാനം ചെയ്യുന്നു. വലിയ ബിസിനസ്സുകാരായ ആളുകൾ നിങ്ങളുടെ വീട്ടിൽ വരും. അതെന്തിനാണ്? ഈ ഒരു ഷിആർ ഈ നാട്ടിൽ നിലനിർത്താൻ അവർ വരുന്നു. വേണമെങ്കിൽ നിങ്ങളെപ്പോലെ അവർക്കും അവരുടെ ബിസിനസ്സുമായി പോകാം, അവരുടെ ജോലിയുമായി പോകാം. എന്നാൽ അവർ അതിൽ നിന്നുള്ള സമയം അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ചെലവഴിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് പുതിയ തലമുറയുടെ കയ്യിൽ വരണം, കൽബിൽ വരണം. ഇവിടെ ഇതാ എല്ലാ കൊല്ലവും നിങ്ങളുടെ ഇടയിൽ മിന്നി മറഞ്ഞു പോകുന്ന കുഞ്ഞു മക്കൾ, ത്വയ്ബാ അഹ്ബാബിന്റെ മക്കൾ, അവരിത്രയും ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിന്റെ പരിപാടിക്ക് വളണ്ടിയർമാരാകാൻ അവസരം കിട്ടുന്നത്
അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കേൾക്കുന്നത് ലില്ലാഹി ജഹദ ബിൽ അബ്ദാനി വൽ മാലി വലാ യമീലു ഇലാ അർബാബി അംവാലി. മഹാനായ പതി അബ്ദുൽ ഖാദിർ ഉസ്താദ് അവറുകളുടെ മറസിയത്ത് എഴുതിയപ്പോൾ നെയ്യൻ മുഹമ്മദ് മുസ്ലിയാർ എന്ന വലിയ മഹാൻ ലിയൻ മുഹമ്മദിനി ശർലി ബി അസ്ഖാലി വഹല്ലി മൗത്തിൻ സറാ ഫി ജിസ്മി മിഫ്ലാലി. മഹാനവറുകൾ എഴുതിയപ്പോൾ എഴുതിയ ഒരു വരിയുണ്ട്, വഹല്ലി മൗത്തിൻ സറാ ഫി ജിസ്മി മിഫ്ലാലി മുലഖബിൻ ബിപദി ദിൽ ഹുസ്നി അഹ്വാലി വജാഅ മിൻ തിർവിദാ കുരില്ലി ബതാലി ഹാജി മരക്കാരുദു ഇസ്ദിൻ വൈജ്ലാലി എന്നിങ്ങനെ എഴുതി എഴുതി വന്നിട്ട് ബഹുമാനപ്പെട്ടവർ എഴുതുകയാണ്, ലില്ലാഹി ജഹദ ബിൽ അബ്ദാനി വൽ മാലി. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി അവരുടെ സ്വത്തും അവരുടെ തടിയും അവരുടെ സമ്പത്തും വിനിയോഗിച്ചു. മലബാറിലേക്ക് പോയി തിരുവിതാംകൂറിൽ നിന്ന് മലബാറിൽ പോയി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വലിയ ശക്തി സാന്നിധ്യമായി നിന്ന മഹാനാണ് ഓച്ചറ വടക്കേ പള്ളിയുടെ മുറ്റത്തന്തി വിശ്രമം കൊള്ളുന്ന പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ. റഫഅ അല്ലാഹു ദറജതഹു വ നഫഅനാ ബിഉലൂമിഹി വ അസ്റാരിഹി. അല്ലാഹു അവരുടെ ദറജകൾ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഞാൻ ഇന്നിത് പറയാൻ വന്നതല്ല, എന്തുകൊണ്ട് ഇതിനിടയിൽ ഇത് വന്നു എന്ന് എനിക്കറിയില്ല. അല്ലാഹു ആ മഹത്തുക്കളുടെയൊക്കെ പൊരുത്തം നമുക്ക് നൽകട്ടെ. അപ്പോൾ അവരെല്ലാം ഈ ലോകത്തെ അല്ല കണ്ടത്, അവരെല്ലാം നാളത്തെ കണ്ട് അധ്വാനിച്ചവരാണ്. അതേ വഴിയിലാണ് നമ്മുടെ ഉലമാക്കൾ. താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങൾ കയ്യിലൂടെ ആളുകൾ കൊടുത്ത സമ്മാനങ്ങളും സംഭാവനകളും കോടികൾ കടന്നുപോയി. മര്യാദക്കൊരു വീട് പോലും ഉണ്ടാക്കിയിട്ടില്ല, ഒരു സമ്പത്തും കരുതി വെച്ചില്ല. കിട്ടിയത് മുഴുവനും അഹ്ലുബൈത്തിലെ വിധവകൾക്ക് പാവങ്ങൾക്ക് കൊടുത്ത് ജീവിതം മുഴുവനും എത്രയോ ലക്ഷങ്ങൾ ദാനം ചെയ്ത മഹാനാണ് അസ്സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. ജീവിതം അങ്ങനെ നിങ്ങൾ കണ്ടപ്പോ വലിയ കാറിൽ വന്ന് സമ്മേളനത്തിൽ ഇറങ്ങി സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചിട്ട് പോയി, ആളുകൾ കൊടുത്ത റെമ്യൂണറേഷൻ വാങ്ങി, തിരിച്ചു മംഗലാപുരത്ത് ഉള്ളാളത്ത് പള്ളിയിൽ ദർസ് നടത്താനെത്തിയപ്പോഴേക്ക് വഴിയിലുള്ള പാവപ്പെട്ട സാദാത്തുക്കൾക്ക് അത് കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ എത്രയെത്ര ഉലമാക്കൾ, നമ്മുടെ മഹാന്മാരായ അയിമ്മത്തിന്റെ മുഴുവനും ജീവിതം അങ്ങനെയാണ്. അവരുടെ മുഴുവനും ജീവിതം ആശ്ചര്യകരമാണ്. നമ്മൾ അറിയാത്തത് കൊണ്ടാണ് നമ്മൾ വിചാരിക്കും അവർ ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുകയാണ്. അല്ല അല്ല. മഹാനായ ലൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹു ഇമാമുന ശാഫഈ തങ്ങളുടെ മേലെയുള്ള വലിയ മഹാനാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇമാമുൽ ഫുഖഹാ ലൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹു ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഈജിപ്തിൽ ജീവിച്ച മഹാനാണ് ലൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹു. അല്ലൈസു അഫ്ഖഹു മിൻ മാലിക് എന്ന് ഇമാമുന ശാഫഈ തങ്ങൾ പറഞ്ഞിട്ടുള്ള വലിയ മഹാനാണ്. കോടികളുടെ ആസ്തിയുള്ള മഹാനായിരുന്നു. പക്ഷേ കൊല്ലം തികഞ്ഞ സക്കാത്ത് കൊടുക്കാനുണ്ടാവൂല. കാരണം എന്താ? കൊല്ലം തികയണതിന് മുമ്പൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഓറ മക്കാമിൽ പോയാൽ ഇപ്പോഴും ഭക്ഷണം കിട്ടും. ഓറ ജീവിതകാലത്ത് അത്ര വലിയ ഭക്ഷണം കൊടുക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴും അവിടുത്തെ മക്കാമിൽ ചെന്നാൽ നല്ല റൊട്ടിയും കറിയും കിട്ടും. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നമ്മുടെ പരിപാടി തുടങ്ങുന്നതിന് 4-5 ദിവസം മുമ്പ് ഞങ്ങൾ കൈറോയിൽ പോയപ്പോൾ ലൈസ് ബിൻ സഅദ് തങ്ങളുടെ മക്കാമിൽ പോയി. അപ്പോഴും ഭക്ഷണം കിട്ടി, അതിന് മുമ്പ് പോയപ്പോഴും കിട്ടി.
ലൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹു ജീവിതകാലം മുഴുവൻ അങ്ങനെയാണ്. സൽക്കാരം ഭക്ഷണം കൊടുക്കുന്ന ആൾ വഫാത്തിന് ശേഷവും ഭക്ഷണം കൊടുക്കുന്നു അവിടെ മഖാമിൽ. അവിടുത്തെ ഔദ്യോഗികമായ ഭക്ഷണമാണ്. അത് കഴിഞ്ഞിറങ്ങിയപ്പോണ്ട് പിന്നെ ആളുകൾ ഭക്ഷണം വിതരണം ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുന്നു. വേറെ മതിയാവുന്നതിനും അപ്പുറം ഭക്ഷണം. എങ്ങനെയാണ് ഓസുല്ലാദം നിങ്ങൾ ജീവിതകാലത്ത് മുഴുവനും ഭക്ഷണം കൊടുത്തു. ജീലാനി തങ്ങളെ മാസമാണല്ലോ. ഈ ഒരു മാസം എത്ര കോടി ഭക്ഷണമാണ് ഓസുല്ലാദ് നിങ്ങളുടെ പേരിൽ കൊടുക്കുക? പേരക്കുട്ടികളല്ല, മുഅ്മിനീങ്ങളുടെ ഖൽബിൽ അള്ളാഹു കൊടുത്ത അംഗീകാരം കൊണ്ട് ഓസുല്ലാദ് നിങ്ങളുടെ പേരിൽ ജീലാനി നേർച്ച, ഖാദിരിയ മദ്രസ, ജീലാനിയ മദ്രസ എല്ലായിടത്തും പരിപാടിയാണ്. എല്ലായിടത്തും നല്ല നല്ല ഭക്ഷണം. കാരണം എന്താ? ബഹുമാനപ്പെട്ടവരുടെ ജീവിതകാലം മുഴുവനും അങ്ങനെയാണ്. മുസാഫിർ ഖാനയുടെ മുമ്പിൽ പോയി പാവങ്ങൾക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കും. വമുത്ഈമിഹിം ഹുബ്ബൻ ലഹു കുല്ല ലഹളതി. മൗലിദുകളുടെ അവസാനത്തിൽ ദുആ ഭക്ഷണം കൊടുക്കുന്നവർക്കുമുണ്ട്. അവൻ ഭക്ഷണം കൊടുക്കുക വലിയ പരിപാടിയാണ്. ചില ആളിങ്ങനെ കളിയാക്കും. ഭക്ഷണം കൊടുക്കൽ നല്ല പരിപാടിയാണ്, അള്ളാഹുവിങ്കിൽ നിന്ന് വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ പലരുടെയും സഹായത്തോടെ തിരുവനന്തപുരത്ത് എല്ലാ ദിവസവും മെഡിക്കൽ കോളേജിന്റെ അടുത്ത് കഞ്ഞി വിതരണമുണ്ട്. SYSന്റെ ആഭിമുഖ്യത്തിൽ രോഗികൾക്ക് പല പ്രധാനപ്പെട്ട സമയങ്ങളിലുണ്ട്. തൃശ്ശൂരിലുണ്ട് ഡെയിലി കഞ്ഞി വിതരണം. അതിനൊക്കെ തരുന്നവർ അൽഹംദുലില്ലാഹ്, അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ സന്ദർഭോചിതമായി ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ ബിസിനസ്സുകാരെ, സദഖത്തുൻ അലാ ഫുഖറാഇൽ മദീന, ഞാനിത് മദീനയിലുള്ള നിവാസികൾക്ക് ദാനം ചെയ്യുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫബിത്തു ലൈലതി, ഞാൻ രാത്രി ഇങ്ങനെ കിടക്കുമ്പോൾ ഫഇദാ അന ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ മനാമി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ ഇങ്ങനെ കാണുകയാണ്. നല്ലൊരു കുതിരപ്പുറത്തിങ്ങനെ ഒരുങ്ങി തിരക്കിട്ട് വരുന്നുണ്ട്. وعليه حلة من نور وبيده قضيب من نور وعليه نعلان شراكهما من نور. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽത്തട്ടം നല്ല പ്രകാശിക്കുന്ന ഒരു മേൽത്തട്ടമുണ്ട്. കയ്യിലൊരു വടിയുണ്ട്, അതും തിളങ്ങുന്നുണ്ട്, വെളിച്ചമാണ്, പ്രകാശിക്കുന്നുണ്ട്. 2 ചെരുപ്പണിഞ്ഞിട്ടുണ്ട്, 2 കാലിലും ചെരുപ്പിട്ടിട്ടുണ്ട്, അതിന്റെ വാറിങ്ങനെ പ്രകാശമാണ്. ഫഖുൽതു ലഹു, ഞാൻ ചോദിച്ചു, ബി അബീ അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്, എന്റെ ഉമ്മയും ഉപ്പയും തങ്ങൾക്ക് സമർപ്പിക്കപ്പെട്ടതാണല്ലോ അല്ലാഹുവിന്റെ ദൂതരെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലഖദ് ത്വാല ശൗഖീ ഇലൈക്, കാണാൻ എത്ര പൂതി വെച്ചിരുന്നതാണ്. വേഗം പോവാണോ? കാണാൻ എത്ര പൂതി വെച്ചിരിക്കുകയാണ്. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നി മുബാദിറുൻ, എനിക്ക് തിരക്കുണ്ട് മോനെ. ലിഅന്ന ഉസ്മാന തസദ്ദഖ ബിഅൽഫി റാഹിലത്തിൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവർ 1000 ലോഡ് ധർമ്മം ചെയ്തിട്ടുണ്ട്. വഇന്നല്ലാഹ ഖദ് ഖബിലഹാ മിൻഹു, അല്ലാഹു അത് സ്വീകരിച്ചിട്ടുമുണ്ട്. വസവ്വജഹു ബിഹാ അറൂസൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു മണവാട്ടിയെ ഒരുക്കി വെച്ചിട്ടുണ്ട്. വഅന ദാഹിബുൻ ഇലാ ഉർസി ഉസ്മാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഭൂമി ലോകത്തുണ്ടെങ്കിലും സ്വർഗത്തിൽ ഒരു കല്യാണം നടക്കുന്നുണ്ട്. അവിടെ ഒരു മണവാട്ടിയെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുവിശേഷം പറയുകയാണ്. ആ നിലക്ക് അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാനിന്റെ അടുക്കലേക്ക് പോവുകയാണ്.
അനുഭവം പറഞ്ഞതാരാണ്? അബ്ദുല്ലാഹിബ്നു അബ്ബാസ് തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ കൊടുത്ത ദാനത്തിന്റെ സന്തോഷമാണ്. അതുകൊണ്ട് ഓ മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ എല്ലാ സ്വഹാബികളും സ്നേഹിച്ചു. മുൻനിരയിൽ നിന്നുകൊണ്ട് സ്നേഹിച്ച മഹാനാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അറിയണം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം പഠിക്കണം. ഞാൻ ഒരു മൂലയിലെ ഈ വിഷയത്തിൽ എത്തിയിട്ടുള്ളൂ. കാരണം എത്രയോ അധ്യായം മറിച്ചിട്ടുകൊണ്ടാണ് വന്നത്. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വീട്ടുതടങ്കലിലായി. കാരണം കപട വിശ്വാസികൾ തെറ്റിദ്ധാരണകൾ പരത്തി. ഹിസാർ ഉസ്മാൻ എന്നൊരു അധ്യായം അവിടുത്തെ ചരിത്രത്തിലുണ്ട്. ബഹുമാനപ്പെട്ടവർ വീട്ടിൽ ബന്ദിയാക്കപ്പെട്ടു. പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട മദീനയിലെ ചെറുപ്പക്കാര് വന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ ആക്രമിക്കുന്നുണ്ട്. അതാ വീട്ടുതടങ്കലിൽ കഴിയുന്ന മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ മദീനത്തെ ചില പുതിയ ചെറുപ്പക്കാര് വന്ന് ദാടിക്ക് പിടിച്ചു. അപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു, മോനെ, നിന്റെ ഉപ്പയുണ്ടായിരുന്നെങ്കിൽ എന്റെ ഈ മുഖത്ത് മുത്തം തന്നേനെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഞാനും അങ്ങനെയായിരുന്നു അവർക്കറിയാം. മോനെ, അറിയുമോ, ബൈഅത്തുർ റിളവാനിൽ ഞാൻ ഉടമ്പടിക്കെത്തിയില്ലെങ്കിലും എനിക്ക് പകരം കൈവച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സ്വർഗം സുവിശേഷം അറിയിക്കപ്പെട്ടവരല്ലേ അവർ. ബദറിൽ ഞാൻ എത്തിയില്ലെങ്കിലും ബദരിയാണ്. അവർക്കും സ്വർഗമല്ലേ മോനെ. മദീനത്ത് വന്നപ്പോ കുടിവെള്ളമില്ല. കിണർ വാങ്ങിക്കൊടുത്തത് ഞാനാണെന്നറിയില്ലേ മോനെ. അതുപോലെ തബൂക്ക് യുദ്ധത്തിന് പോകാൻ സ്വത്തില്ല. സംഭാവന ചെയ്തത് ഞാനാണെന്നറിയില്ലേ മോനെ. അപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗം കൊണ്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു വിളംബരത്തിന് ഇറങ്ങാത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് പാലിച്ചിട്ടാണ്. അല്ലെങ്കിൽ പുറത്തിറങ്ങി ഒരു വിളംബരം നടത്തിയാൽ ഇവിടെ വലിയ യുദ്ധം നടന്നേക്കും. അത് വേണ്ടെന്നു കരുതിയിരിക്കുകയാണ്. ഇത് കേട്ട ചില ചെറുപ്പക്കാര് മടങ്ങിപ്പോയി. പക്ഷേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഇരിക്കുകയാണ്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ് ഇടക്കങ്ങ് മയങ്ങിപ്പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവിൽ കണ്ടു. ഓ ഉസ്മാനേ, നിങ്ങൾ നാളെ എന്താണ് നിങ്ങളുടെ തീരുമാനം? നിങ്ങൾ നോമ്പുകാരനാണല്ലോ. നാളെ എന്താണ് തീരുമാനം? നിങ്ങളുടെ ചുറ്റുമുള്ള ശത്രുക്കളെ നീക്കിത്തരണോ, അതല്ല എന്റെ അടുക്കൽ നോമ്പ് തുറക്കാൻ വരുന്നോ ഉസ്മാനേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു, ഞാൻ വരികയാണ്. അവിടുത്തെ സന്നിധിയിലേക്ക് നോമ്പ് തുറക്കാൻ വരികയാണ്. എനിക്കിനി ദുനിയാവ് വേണ്ട. ആ ദിവസം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവരുടെ ശരീരത്തേക്ക് ആയുധം വന്ന് ഖുർആനിലേക്ക് രക്തം തെറിച്ചു വീണുകൊണ്ടാണ് ഷഹീദുൽ ഖുർആൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വഫാത്തായത്. ആ വഫാത്തായപ്പോൾ ജന്നത്തുൽ ബഖീഇൽ അടക്കാൻ സമ്മതിച്ചില്ല അന്നത്തെ കുതന്ത്രം മെനഞ്ഞ ആളുകൾ. അങ്ങനെയാണ് ചില നാടുകളിൽ, ചില സമയങ്ങളിൽ ചില ആളുകൾ അങ്ങനെയാണ്. മൂല്യം മറന്ന് കളിക്കും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കറാമത്ത് പറയാനുണ്ട്. അത് നീണ്ടൊരധ്യായമാണ്. സമയം കിട്ടിയാൽ നാളെ പറയാം. അപ്പൊ അലി തങ്ങളുടേത് മുടങ്ങിപ്പോകും. അതുകൊണ്ട് സന്ദർഭം പോലെ ആവാം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ വടി ചവിട്ടിയൊടിച്ചവന്റെ കാല് കേടുവന്നുപോയി.
ഷാമിൽ പോയിട്ടും രക്ഷ വന്നില്ല. അതുപോലെ എത്രയെത്ര കറാമത്തുകൾ ഉണ്ട്. ഇൻഷാ അല്ലാഹ് സന്ദർഭോചിതമായി വായിക്കാം. നമ്മൾ ഇവിടെ ബുറുദയുടെ വ്യാഖ്യാനം പറഞ്ഞ് സ്വഹാബത്തിന്റെ മുമ്പിലേക്ക് വന്ന് സമ്പത്ത് കൊണ്ട് ദീനിനെ സംരക്ഷിച്ച് സഹായിച്ച് എല്ലാം കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസന്നിധിയിൽ നിന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ വായിച്ചതാണ്. ഇന്ന് ഇഷ്ഖെ ഔലിയയാണ്. ഒരല്പസമയം ഇവിടെ വെച്ച് ദുആ ചെയ്ത് ബാക്കി ഇൻഷാ അല്ലാഹ് മഖാമ സിയാറത്ത് ചെയ്തുകൊണ്ട് ദുആ ചെയ്യുന്ന രാത്രിയാണ്. അല്ലാഹുവേ, ഈ സ്നേഹപ്രപഞ്ചം ഞങ്ങൾക്ക് ഒരു ചടങ്ങ് നടത്തുന്ന പരിപാടിയല്ല. നിന്നിലേക്ക് ഞങ്ങൾക്കൊരടുപ്പം കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഒരുക്കിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം കിട്ടാൻ ഞങ്ങൾ നടത്തുന്നതാണ്. അവിടുത്തോടുള്ള ഇഷ്ടമേറിക്കിട്ടാൻ ഞങ്ങൾ കൊതിച്ചു തുടങ്ങിയതാണ്. അവിടുത്തോടൊരു വസീല വേണമെന്ന് കരുതിയിട്ട് പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹപ്രവർത്തകര് സംഘടിപ്പിച്ചതാണ്. ഇവിടെ വന്ന മുഅ്മിനീങ്ങൾ ഈ മഹബത്തിന്റെ ലോകത്തെ ഇഷ്ടം വെച്ച് വന്നതാണ്. ഞങ്ങളെ ഒരാളെയും ഖായിബാക്കല്ലേ അല്ലാഹ്, ഒരാളെയും ഖായിബാക്കല്ലേ അല്ലാഹ്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു എഴുതി ചൊല്ലി ജീവിതം മുഴുവനും അവിടുത്തേക്ക് സന്തോഷിപ്പിക്കാൻ കഴിയും പോലെ ചെയ്ത് അവസാനം അവിടുത്തെ സന്തോഷം കണ്ടുകൊണ്ട് നിന്റെ ലിഖാ ആകുന്ന സന്തോഷ സ്വീകരണം സാധുക്കളായ ഞങ്ങൾക്ക് കൊതിയുണ്ട്, പൂതിയുണ്ട് റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് നൽകണം അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണം അല്ലാഹ്. കടമുള്ളവർക്ക് വീടാനുള്ള വഴി നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ ഇഷ്ടക്കാർ, ഞങ്ങളുടെ ഭാര്യ മക്കൾ എല്ലാവർക്കും നീ ബറക്കത്ത് ചൊരിഞ്ഞ് സന്തോഷിപ്പിക്കണം അല്ലാഹ്. ഗസയിലെ മക്കളെ നീ കാത്തുരക്ഷിക്കണം അല്ലാഹ്. റബ്ബേ, നിന്റെ വലിയ ഹിഫ്ളും നിന്റെ ദീനിനെയും പാവപ്പെട്ട അടിമകളെയും ആക്രമിക്കുന്ന ധിക്കാരികളെ നിന്റെ അധികാരം കൊണ്ട് നീ നിയന്ത്രിക്കണം അല്ലാഹ്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ഇന്ന് ബഹുമാനപ്പെട്ട ഇസുദ്ദീൻ ഉസ്താദ് അവർകൾ അല്പവാചകം നമ്മളോട് പറഞ്ഞ് ദുആ ചെയ്ത് ബാക്കി പ്രാർത്ഥനയും ദുആവും ഒക്കെ ഇൻഷാ അല്ലാഹ് കൊച്ചുതങ്ങൾ ഉപ്പാപ്പയുടെ ഹളറത്തിലായതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد.